മാതൃകാ കുടുംബം പരിവർത്തനത്തിന്റെ ആദ്യ പാഠശാല എന്നാണ് നമ്മുടെ വിഷയം. നമ്മളിത് മതകീയമായ അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ വെളിച്ചത്തിലൂടെയാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തന്നെ. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ മതം വിശുദ്ധ ഇസ്ലാമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. മാത്രമല്ല ലോകത്തിന് ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും ഋജുവായ സുന്ദരമായ വഴിയിലേക്ക് വിശുദ്ധ ഖുർആൻ മനുഷ്യകുലത്തെ വഴി നടത്തുന്നു എന്ന് പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിന്റെ ഉപജ്ഞാതാവായ അല്ലെങ്കിൽ പ്രപഞ്ചനാഥനായ അള്ളാഹു തന്നെ പരിചയപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് മനുഷ്യന് പലപ്പോഴും പലതും തിരുത്തേണ്ടി വന്നത് എപ്പോഴാണ്? ഞാൻ ഒരു കാര്യം മാത്രം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വിഷയകമായി. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാണ് ഇന്ന് വരെ തിരുത്തൽ വേണ്ടി വന്നിട്ടില്ലാത്ത ഒരു വേദഗ്രന്ഥമെന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. കേവലം ഈ അടുത്തുണ്ടായ ചില സംഭവ വികാസങ്ങൾ മാത്രം ചർച്ച ചെയ്താൽ. ഇന്ത്യയിലെ പ്രമാദമായ ഡൽഹിയെ മാത്രമല്ല, ഇന്ത്യ രാജ്യത്തെ തന്നെ ആകെ പ്രകമ്പനം കൊള്ളിച്ച വളരെ പ്രമാദമായ ഒരു ബലാത്സംഗ കേസ് എടുത്തുണ്ടായിരുന്നു. ഡൽഹി കത്തുന്നു എന്നായിരുന്നു പത്രങ്ങൾ എഴുതിയത്. ഈ സംഭവ ബഹുലമായ ഈ ഒരു കാര്യം ഇന്ത്യ രാജ്യത്തെ മറ്റു രാജ്യങ്ങൾക്കിടയിൽ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഈ സംഭവം ഉണ്ടായതിനു ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഇന്ത്യ രാജ്യത്ത് ഉയർന്നു വന്ന ഒരു കാര്യം പ്രായപൂർത്തിയുടെ പരിധി കുറക്കണം. പ്രായപൂർത്തിയുടെ പ്രായം കുറക്കണം. 18 വയസ്സെന്നത് 16 15 കുറക്കണമെന്നാവശ്യപ്പെട്ടത് രാജ്യത്തെ പൗരന്മാരും ചിന്തകരുമായിരുന്നു. എന്താ പറഞ്ഞ കാര്യം? ഇത്തരം പ്രമാദമായ കേസുകളിലെങ്കിലും കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കാൻ പ്രായപൂർത്തിയുടെ പരിധി കുറക്കണമെന്ന് മനസ്സിലാക്കിയത് ഇപ്പോൾ മാത്രമാണ്. എന്നാൽ വിശുദ്ധ ഇസ്ലാം 14 നൂറ്റാണ്ട് മുമ്പ് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ പഠിപ്പിച്ചു. പ്രായപൂർത്തിയാകുന്ന സമയം എപ്പോഴാണെന്ന് വളരെ കണിശമായി പഠിപ്പിച്ചെന്ന് മാത്രമല്ല, ഇന്ന് വരെ അതിൽ മാറ്റം വരുത്തേണ്ടി വന്നില്ല. നമ്മൾ ആലോചിക്കണം, വിശുദ്ധ ഖുർആൻ എല്ലാ കാലത്തും മനുഷ്യന് ഋജുവായ വഴി കാണിച്ചു കൊടുക്കുന്നു. ും